നന്ദകുമാറിന്റെ ആരോപണം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ. 3 തവണ ഇ.പി. ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ദേശീയ തലത്തിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരമാണ് ചർച്ച രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോയത്. തൃശൂർ രാമനിലയത്തിൽ വെച്ച് കണ്ടത് ഇ.പി. ജയരാജന്റെ താൽപര്യപ്രകാരമാണെന്നും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പറഞ്ഞു. എന്നോട് ആരാണ് ആവശ്യപ്പെടുന്നത്? ഈ ഫോട്ടോകളെല്ലാം ആ ഫോണിലേക്ക് അയച്ചു കൊടുക്കണമെന്ന് ശ്രീമാൻ ഇ.പി. ജയരാജനാണ് ആവശ്യപ്പെട്ടത്. എന്തിന്? മക്കൾ ചോദിച്ചു അത്രേ. ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഡൽഹിയിൽ ഇത്രമാത്രം ബന്ധമുണ്ടോ എന്ന് മക്കൾ ചോദിച്ചു എന്നാണ് പറയുന്നത്. എന്തിന്റെ പേര് ചോദിച്ചു എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇ.പി. ജയരാജൻ പറഞ്ഞിട്ടാണ് ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരും താനുമായുള്ള ഫോട്ടോകൾ ഇ.പി. ജയരാജന്റെ മകന്റെ ഫോണിലേക്ക് അയച്ചത്. ബി.ജെ.പിയിൽ തന്റെ സ്വാധീനം എത്രമാത്രമാണെന്ന് മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിരുന്നു ചിത്രങ്ങളെന്നാണ് പറഞ്ഞത്. രാമനിലയത്തിൽ വെച്ച് ഇ.പിയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയ ദിവസം മന്ത്രി കെ രാധാകൃഷ്ണനും രാമനിലയത്തിലുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഇടനാഴിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. മന്ത്രിയും താനും പരസ്പരം അഭിവാദ്യം ചെയ്തു. അവിടെ രാധാകൃഷ്ണൻ മന്ത്രി നിൽക്കുന്നത് കണ്ടു എന്നാണ്. അല്ലാതെ രാധാകൃഷ്ണൻ മന്ത്രി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയാണ്. എനിക്കിതൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല. ഞാൻ അവിടെ കോറിഡോറിൽ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. റെയിൽവേ സ്റ്റേഷനിലും ഞാൻ വണ്ടി ഇറങ്ങി പോകുന്ന പല സമയത്തും ഞാൻ രാധാകൃഷ്ണൻ സാറിനെ കണ്ടിട്ടുണ്ട്. ഞാൻ നമസ്കാരം പറയാറുണ്ട്. എൻ്റെ പഞ്ചായത്തും രാധാകൃഷ്ണൻ മന്ത്രിയുടെ പഞ്ചായത്തും ഒരേ അതിർത്തി പങ്കിടുന്നതാണ്. ഞങ്ങൾ നേരത്തെയും അറിവുള്ള ആളുകളാണ്. എം.വി. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിലുള്ള അതൃപ്തിയെ തുടർന്നാണ് ജയരാജൻ ബി.ജെ.പിയിലേക്ക് വരാൻ ചർച്ചകൾ നടത്തിയത്. എം.വി. ഗോവിന്ദൻ പാർട്ടിയിൽ തന്നേക്കാൾ ജൂനിയറാണെന്ന് കൂടിക്കാഴ്ചയിൽ ഇ.പി. പറഞ്ഞിരുന്നതായും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ജനം, ആലപ്പുഴ.